മന്ത്ലി സ്റ്റൈഫൻഡോട് കൂടി ഫ്രാൻസിൽ എങ്ങനെ ഒരു മാസ്റ്റർ പ്രോഗ്രാം ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത്. സ്റ്റൈഫൻഡ് മാത്രമല്ല, നമ്മുടെ സ്റ്റുഡൻറ്റ് വിസയ്ക്ക് വേണ്ട ഫീസ് നമുക്ക് ഒഴിവാക്കി കിട്ടും, സോഷ്യൽ സെക്യൂരിറ്റി, അതേപോലെ തന്നെ അക്കോമഡേഷൻ അസിസ്റ്റൻസും ഉണ്ടാവും. ഹലോ, ദിസ് ഇസ് ജെറിൻ ഫ്രാൻസിസ്. വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഫ്രാൻസ് എന്ന രാജ്യത്തെ പറ്റിയും ഒരു ഇൻ്റർനാഷണൽ സ്റ്റുഡൻറ്റിന് ഫ്രാൻസ് കൊടുക്കുന്ന സ്റ്റേ ബാക്കിനെ പറ്റിയും ഫ്രാൻസിൽ പഠിക്കാൻ വേണ്ട റിക്വയർമെൻറ്റ്സിനെ പറ്റിയിട്ടും അതേപോലെ ഫ്രാൻസിൽ പഠിക്കാൻ വേണ്ട എക്സ്പെൻസിനെ പറ്റിയിട്ടും പല വീഡിയോസിൽ ഞാൻ പറഞ്ഞിട്ടുള്ളതാണ്. ആ വീഡിയോസ് കണ്ടിട്ടുള്ളവർക്കറിയാം ഫ്രാൻസിൽ പഠിക്കുക എന്ന് പറയുന്നത് അത്യാവശ്യം എക്സ്പെൻസീവ് ആയിട്ടുള്ളൊരു കാര്യമാണ്. 8 ലക്ഷം രൂപ മുതൽ മുകളിലേക്കാണ് ഒരു വർഷത്തെ ഫീസ് വരുന്നത്. അതിന് പുറമെയാണ് ജീവിത ചെലവ്. സോ പല കുട്ടികളും ഫ്രാൻസിൽ എങ്ങനെയാണ് നമുക്ക് ഫ്രീ ആയിട്ട് പഠിക്കാൻ പറ്റുക എന്ന് സംശയം ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതേ പറ്റിയിട്ടൊരു വീഡിയോ ചെയ്യാനായിട്ട് ഞാനിങ്ങനെ തയ്യാറെടുക്കുന്ന സമയത്താണ് എഡ് അബ്രോഡ് എഡ്യൂക്കേഷൻ കൺസൾട്ടൻസി ഫ്രാൻസിൻ്റെ ഒരു സ്കോളർഷിപ്പിനെ പറ്റി നമുക്ക് പറഞ്ഞു തരുന്നത്. സോ ഈ ഒരു സ്കോളർഷിപ്പ് വഴി നമുക്ക് എങ്ങനെയാണ് ഫ്രാൻസിൽ സ്റ്റൈഫൻഡിന് വേണ്ടി അപ്ലൈ ചെയ്യാൻ പറ്റുക, എന്തൊക്കെയാണ് ഇതിൻ്റെ റിക്വയർമെൻറ്റ്സ്, എപ്പോഴാണ് ഇതിൻ്റെ ഡെഡ് ലൈൻ, ഈ കാര്യങ്ങളെല്ലാം വളരെ ഡീറ്റെയിൽഡായിട്ട് നോക്കാം. അതേപോലെ ഈ ഒരു സ്കോളർഷിപ്പിനെ പറ്റിയിട്ടും ഫ്രാൻസിലെ അഡ്മിഷനെ പറ്റിയിട്ടും നിങ്ങൾക്ക് കൂടുതൽ കാര്യങ്ങൾ അറിയണം എന്നുണ്ടെങ്കിൽ എഡ് അബ്രോഡ് എഡ്യൂക്കേഷൻ കൺസൾട്ടൻസിയെ കോൺടാക്ട് ചെയ്യാം. അവരുടെ കോൺടാക്ട് ഡീറ്റെയിൽസ് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിലുണ്ടാവും. ഷെർപാക്ക് മാസ്റ്റേഴ്സ് സ്കോളർഷിപ്പ് ഫ്രാൻസിൽ 1 വർഷത്തെയോ 2 വർഷത്തെയോ മാസ്റ്റേഴ്സ് കോഴ്സ് പഠിക്കാൻ ആഗ്രഹിക്കുന്ന കുട്ടികൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരു സ്കോളർഷിപ്പാണ്. ഈ ഒരു സ്കോളർഷിപ്പ് വഴി നമുക്ക് മന്ത്ലി 860 യൂറോസ് സ്റ്റൈഫൻഡായിട്ട് കിട്ടും. അതിന് പുറമെ നമ്മുടെ സ്റ്റുഡൻറ്റ് വിസയുടെ ആപ്ലിക്കേഷന് വരുന്ന ഫീസ് അത് നമുക്ക് ഒഴിവാക്കി കിട്ടും. അതേപോലെ സോഷ്യൽ സെക്യൂരിറ്റി, അക്കോമഡേഷനിൽ അസിസ്റ്റൻസ് ഉണ്ടാവും, അതിനൊരു പ്രയോറിറ്റി ഉണ്ടാവും. സോ ഈ ഒരു സ്കോളർഷിപ്പിന് എങ്ങനെയാണ് അപ്ലൈ ചെയ്യാൻ പറ്റുക, അതേപോലെ എന്തൊക്കെയാണ് ഇതിൻ്റെ റിക്വയർമെൻറ്റ്സ് നോക്കാം. ഒന്നാമത്തേത്, നിങ്ങളൊരു ഇന്ത്യൻ സിറ്റിസൺ ആയിരിക്കണം. അത് വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമല്ല, നമ്മളെല്ലാവരും ആണ്. ഇനി രണ്ടാമത്തെ ഒരു കാര്യം, നിങ്ങളുടെ പ്രായം 30 വയസ്സിന് താഴെ ആയിരിക്കണം. മൂന്നാമത്തെ ഒരു റിക്വയർമെൻറ്റ്, നിങ്ങൾ ഫ്രാൻസിൽ ഒരു മാസ്റ്റർ കോഴ്സിന് അഡ്മിഷൻ എടുക്കുന്ന ഒരു കുട്ടിയായിരിക്കണം. നിങ്ങൾ ഫ്രാൻസിൽ ഏത് മാസ്റ്റർ പ്രോഗ്രാമാണ് പഠിക്കാൻ ആഗ്രഹിക്കുന്നത് എന്നുള്ളത് കമൻറ്റ് സെക്ഷനിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. നാലാമത്തേത്, നിങ്ങൾ ഈ ഒരു സ്കോളർഷിപ്പിന് അപ്ലൈ ചെയ്യുന്നതിന് മുന്നേ നിങ്ങൾ ഒരു ഫ്രാൻസിലൊരു കോളേജിൽ എൻറോൾ ചെയ്തിട്ടുള്ളൊരു കുട്ടിയായിരിക്കണം. അല്ലെങ്കിൽ നിങ്ങൾ ഫ്രാൻസിൽ അപ്ലൈ ചെയ്ത്, അതായത് ഒരു കോളേജിൽ അപ്ലൈ ചെയ്ത് ആക്സെപ്റ്റൻസ് ലെറ്ററിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്ന ഒരു കുട്ടിയായിരിക്കണം. അതായത് ചിലപ്പോൾ നിങ്ങൾ ഈ ഒരു സ്കോളർഷിപ്പിന് അപ്ലൈ ചെയ്യാനായിട്ടുള്ള ഡെഡ് ലൈൻ ആകുമ്പോൾ നിങ്ങളുടെ കയ്യിൽ ആക്സെപ്റ്റൻസ് ലെറ്റർ ഇല്ല, അല്ലെങ്കിൽ നിങ്ങൾ എൻറോൾ ചെയ്തിട്ടില്ല എങ്കിലും നിങ്ങളൊരു കോളേജിൽ അഡ്മിഷന് വേണ്ടി അപ്ലൈ ചെയ്തിട്ടുണ്ട്, ഉടനെ തന്നെ നിങ്ങൾക്കൊരു ആക്സെപ്റ്റൻസ് ലെറ്റർ കിട്ടും, അല്ലെങ്കിൽ നിങ്ങൾക്ക് അഡ്മിഷൻ കിട്ടുമെന്നാണെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു ഇമെയിൽ കാണിച്ചിട്ടും ഈ ഒരു സ്കോളർഷിപ്പിന് വേണ്ടി അപ്ലൈ ചെയ്യാം. ഇതിന് വേറെ CGPA റിക്വയർമെൻറ്റ്സോ മിനിമം മാർക്കിൻ്റെ റിക്വയർമെൻറ്റ്സോ ഒന്നുമില്ല. ഈ ഒരു സ്കോളർഷിപ്പ് നിങ്ങൾക്ക് ഇഷ്യൂ ചെയ്യുന്നത് പ്യുവർലി മെറിറ്റിൻ്റെ ബേസിസിലാണ്. അതായത് നിങ്ങൾ എത്രത്തോളം മെറിറ്റോറിയസ് ആയിട്ടുള്ള കുട്ടിയാണ്, നിങ്ങളുടെ ആക്ടിവിറ്റീസ് എന്തൊക്കെയാണ്, നിങ്ങൾക്ക് വേറെ എന്തെല്ലാം കഴിവുകളുണ്ട്, ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും പരിഗണിച്ചുകൊണ്ട് ഏറ്റവും നല്ല കുട്ടികൾക്ക് അവർ ഈ ഒരു സ്കോളർഷിപ്പ് ഇഷ്യൂ ചെയ്യും. ഈ ഒരു സ്കോളർഷിപ്പ് എമൗണ്ട് കൊണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങളുടെ മന്ത്ലി എക്സ്പെൻസിന് വേണ്ടി ഈ ഒരു ഫണ്ട് യൂസ് ചെയ്യാം. അല്ലെങ്കിൽ നിങ്ങൾക്കൊരു മാസം 860 യൂറോ സ്റ്റൈഫൻഡായിട്ട് കിട്ടുന്നത് കൊണ്ട് ഒരു വർഷം നിങ്ങൾക്ക് 10,000 യൂറോയ്ക്ക് മുകളിൽ കിട്ടുന്നുണ്ട്. സോ നിങ്ങൾ നാട്ടിൽ നിന്ന് എഡ്യൂക്കേഷൻ ലോൺ എടുത്തിട്ടാണ് വരുന്നതെന്നുണ്ടെങ്കിൽ ഈ ഒരു എമൗണ്ട് ഒരു വർഷം കൊണ്ട് നിങ്ങൾക്ക് അതിൻ്റെ ലോണിൻ്റെ തിരിച്ചടവിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യാൻ പറ്റും. സോ എൻ്റെ അഭിപ്രായത്തിൽ ഇത് ശരിക്കും ഒരു ഫ്രീ എഡ്യൂക്കേഷൻ പോലെ തന്നെയാണ് ആക്ട് ചെയ്യുന്നത്. ഇനി ഈ ഒരു സ്കോളർഷിപ്പിന് അപ്ലൈ ചെയ്യാനായിട്ടുള്ള അവസാന തീയതി എന്ന് പറയുന്നത് 2024 മാർച്ച് 20 അതിന് മുന്നേ നിങ്ങൾ ഒന്നില്ലെങ്കിൽ ഒരു യൂണിവേഴ്സിറ്റിയിലോ കോളേജിലോ ആപ്ലിക്കേഷൻ കൊടുത്തിട്ടുണ്ടാവണം, അല്ലെങ്കിൽ നിങ്ങളിപ്പോൾ എൻറോൾ ചെയ്തിട്ടുള്ളൊരു കുട്ടിയായിരിക്കണം. ഇനി ഈ ഒരു സ്കോളർഷിപ്പിന് വേറെ റിക്വയർമെൻറ്റ്സ് ഒന്നും പറയുന്നില്ലെങ്കിലും ഫ്രഞ്ച് ലാംഗ്വേജ് ഒക്കെ അറിയുകയാണെങ്കിൽ അതൊരു അഡീഷണൽ ബെനിഫിറ്റ് ആണ്. അതേപോലെ തന്നെ ഈ ഒരു സ്കോളർഷിപ്പിൻ്റെ റിസൾട്ട് നിങ്ങളിപ്പോൾ മാർച്ച് 20 ഇതിൻ്റെ ഒരു ഡെഡ് ലൈൻ ആണെങ്കിൽ ഏപ്രിൽ മാസത്തോടു കൂടി ഇതിൻ്റെ റിസൾട്ട് പബ്ലിഷ് ചെയ്യും. സോ ഇത്രയും നാൾ നോർത്ത് ഇന്ത്യൻസ് ആണ് ഈ ഒരു സ്കോളർഷിപ്പ് കൊണ്ടുകൊണ്ടിരുന്നത്. നമുക്കെന്തായാലും ഇപ്രാവശ്യം സൗത്ത് ഇന്ത്യൻസ് നമുക്കും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ ഈ ഒരു ഇൻഫർമേഷൻ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടുകയാണെന്ന് വിശ്വസിക്കുന്നു. അതേപോലെ തന്നെ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഫ്രാൻസിൽ ഇപ്പോൾ ഈ ഒരു സ്കോളർഷിപ്പ് ലഭിക്കാൻ കൂടി വേണ്ടി അഡ്മിഷൻ എടുക്കാനായിട്ട് ആഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിൽ സെപ്റ്റംബർ 2024 ഇൻടേക്കും ഇപ്പോൾ ഓപ്പൺ ആയിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ പെട്ടെന്ന് തന്നെ അതിന് അപ്ലൈ ചെയ്യാം. ഈ ഒരു സ്കോളർഷിപ്പിന് വേണ്ടിയിട്ടും അതിനുശേഷം ഫയൽ ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ഇൻഫർമേഷൻ ഏതൊക്കെ കുട്ടികൾക്കാണ് ഉപയോഗപ്രദമാകുക എന്ന് നിങ്ങൾക്ക് തോന്നുന്നത് ആ കുട്ടികൾക്ക് എല്ലാവർക്കും അയച്ചു കൊടുക്കുക. കാരണം ഒരു സ്കോളർഷിപ്പോട് കൂടി അല്ലെങ്കിൽ സ്റ്റൈഫൻഡോട് കൂടി ഒരു രാജ്യത്ത് പഠിക്കുക എന്ന് പറയുന്നത് വലിയൊരു സഹായമാണ്. ഈ ഒരു സ്കോളർഷിപ്പ് മാക്സിമം കുട്ടികൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. എല്ലാവരോടും ഈ ഒരു സ്കോളർഷിപ്പിനെ പറ്റി പറയുക. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോ ലൈക്ക് ചെയ്യുക. ഇത്തരത്തിലുള്ള വീഡിയോസ് നിങ്ങൾക്ക് ഫ്യൂച്ചറിൽ കാണാൻ ആഗ്രഹമുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന സമയത്ത് ബെൽ ബട്ടൺ കൂടെ എനേബിൾ ചെയ്യാൻ ശ്രമിക്കുക. അടുത്തൊരു വീഡിയോയിൽ നമുക്ക് ഇനിയും കാണാം. അതുവരേക്കും ബൈ.